ഫാഷൻ ഡിസൈനേഴ്സിൻ്റെയും ടൈലേഴ്സിൻ്റെയൊക്കെ വീട്ടിലത്തെ ഓണത്തിൻ്റെയൊക്കെ തലേദിവസം അല്ലെങ്കിൽ സ്കൂളിലത്തെ ഓണം പ്രോഗ്രാമിൻ്റെയൊക്കെ തലേദിവസത്തെ ഓട്ടപ്രദക്ഷിണം റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പറ്റുമായിരിക്കും ഈ ഒരു ഫീൽഡിൽ ചെയ്യുന്നവർക്കൊക്കെ. അപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓണത്തിൻ്റെ സ്കൂളിലത്തെ പ്രോഗ്രാമിൻ്റെ തലേദിവസമുള്ള ഓട്ടപ്പാച്ചിലാണ് കേട്ടോ. അതായത് രാത്രി ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. രാത്രി 10 മണിയായപ്പം എൻ്റെ പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പിങ്ക് ബ്ലോസത്തിൻ്റെ ആ ഒരു ക്രീം ഷെയ്ഡ് മെറ്റീരിയൽ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. എല്ലാ വർഷവും ഒക്കെ എടുത്തു വെക്കാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു പ്രോഗ്രാമിൻ്റെ സമയത്ത് ഞാൻ എപ്പോഴും പഴയ ഏതെങ്കിലും ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ പോകലുള്ളത്. കഴിഞ്ഞ വർഷമാണെങ്കിൽ എനിക്ക് പ്രോഗ്രാമിന് പോകാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അന്നത്തെ ദിവസമൊക്കെ ഓണത്തിൻ്റെ നൈറ്റി മെറ്റീരിയൽസിൻ്റെ തിരക്കായിരിക്കും. അപ്പം ഞാൻ ഓർഡർ എടുത്തൊക്കെ തീരുമ്പോഴത്തേക്കും അവിടുത്തെ ഓണസദ്യയും കാര്യമെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഞാൻ നോർമലി പോകലില്ല. ഈ വർഷം എങ്ങനെയെങ്കിലും പോകണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എനിക്ക് ഫസ്റ്റ് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെല്ലാം വെച്ചു. ഈ മെറ്റീരിയലും കൊണ്ട് സെയിം മെറ്റീരിയലും കൊണ്ട് തന്നെ അമ്മൂസിന് ഫ്രോക്കും തയ്ക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാനിങ്. അപ്പോൾ രാവിലെ സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് തന്നെ കൊറിയർ അയക്കാനുള്ളതിൻ്റെ കംപ്ലീറ്റ് ബില്ലിങ്ങും പാക്കിങ്ങും എല്ലാ പരിപാടികളും തീർത്ത് ഓർഡർ എടുക്കലും റിപ്ലൈ കൊടുക്കലൊക്കെ ഏകദേശം ഒതുക്കി വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ പുറകെ നിൽക്കുന്നത്. അങ്ങനെ എൻ്റെ എല്ലാം കട്ടിങ് എല്ലാം ചെയ്തു വെച്ചു. ക്യാൻവാസൊക്കെ ബോട്ട് നെക്ക് മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും സിമ്പിളായിട്ടുള്ള നെക്കും കാര്യങ്ങളൊക്കെ ചെയ്യലേ എനിക്ക് നടക്കാറുള്ളൂ. കാരണം സ്വന്തം കാര്യം വരുമ്പം ഒത്തിരി നെക്ക് ഡിസൈൻസോ വെറൈറ്റി ആയിട്ടുള്ളതോ ഒന്നും ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടില്ല. അങ്ങനെ അത് ഞാൻ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ടോ എന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. അങ്ങനെ അതവിടെ വെട്ടി ഒതുക്കി വെച്ചു. അപ്പം തന്നെ സമയം കുറേ ആയി. പിന്നെ ആണ് എൻ്റെതിനെക്കാട്ടിലും അത്യാവശ്യം അമ്മൂസിൻ്റെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അമ്മൂസിൻ്റെ ഫ്രോക്കിന് വേണ്ടിയിട്ട് അംബ്രല്ല ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അംബ്രല്ല ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനും വേണ്ടിയിട്ട് ടോപ്പ് പോർഷൻ എല്ലാം കട്ട് ചെയ്ത് ലൈനിങ്ങും എല്ലാം അറ്റാച്ച് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നൈറ്റി മെറ്റീരിയൽസ് കൊണ്ട് സ്റ്റിച്ച് ചെയ്തതാണെന്ന് പോലും പറയൂല കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഞാൻ തന്നെ ഇത്രയും ഭംഗിയായിട്ട് കിട്ടുമെന്നൊന്നും വിചാരിച്ചില്ല. കാരണം ഞാൻ കുറേ നാളായി ഫ്രോക്കൊന്നും സ്റ്റിച്ച് ചെയ്യാതെ. എന്നാലും നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഇത് വെച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളത് മൊത്തത്തിൽ നിർത്തി കളയരുത്. എനിക്ക് സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് എനിക്ക് കൂടുതൽ സ്റ്റിച്ചിങ് വീഡിയോസ് ഇടാനും ഒന്നും പറ്റാണ്ടായിപ്പോയത്. ഞാൻ അത്രയ്ക്കും തിരക്കാണ്. എനിക്ക് ഒരു ഫ്രീ ടൈം എന്ന് പറയുന്ന സാധനം കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ്, നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത് വീഡിയോസൊക്കെ ഇടാത്തതിന്. ഒത്തിരി പരാതിയുണ്ട്, എല്ലാവരും പറയാറുണ്ട്. അങ്ങനെ ഞാൻ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് തലേദിവസം രാത്രിയിൽ ഏകദേശം കുറേയൊക്കെ ഒരു 80% ഒതുക്കിയിട്ട് അപ്പം തന്നെ 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് 4 മണിക്ക് എണീക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പോയി കിടന്നു. അതിനുശേഷം രാവിലെ 4 മണിക്ക് ജിമ്മിൽ പോയി. 4 മണിക്ക് എണീറ്റ് ജിമ്മിലൊക്കെ പോയിട്ട് തിരിച്ച് വന്ന പാടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. കാരണം ഇത് കംപ്ലീറ്റ്ലി സ്റ്റിച്ച് ചെയ്ത് തീർന്നാലാണ് എനിക്കൊരു സമാധാനമാവുക. അത് ഇട്ടിട്ട് അമ്മൂസ് ഇട്ടിട്ട് കാണണം, എനിക്ക് എന്നാലാണ് ഒരു സമാധാനമാവുള്ളൂ. കാരണം ഞാൻ കുറേ നാളുകൂടി സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കത് ഇങ്ങനെ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇരുന്ന് ഭയങ്കര ടയേർഡ് ആയതുകൊണ്ടാണ് കേട്ടോ. ഉറക്കമൊന്നും ശരിയാകാത്തതിൻ്റെ ഇതാണ് എൻ്റെ ഫേസിലൊക്കെ ഇങ്ങനെ കുറച്ച് ഡള്ളായിട്ടാണ് ഞാൻ ഉള്ളത്. പിന്നെ അതുപോലെ അമ്മൂസ് അപ്പത്തേക്ക് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അമ്മൂസ് വന്നപ്പോൾ തന്നെ നേരെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കിയാണ് വന്നിട്ടുള്ളത്. വന്നപ്പോൾ തന്നെ ബോഡി പോർഷൻ കഴിഞ്ഞത് വെച്ച് നോക്കുന്നു, ഇട്ട് നോക്കുന്നു, ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. അപ്പോൾ അമ്മൂസ് ഭയങ്കര ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന എന്ത് സാധനമായാലും അമ്മൂസിന് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ കുറേ വർഷങ്ങളായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും അവൾ എൻ്റെ അടുത്ത് അങ്ങനെ പരാതി പറയാറൊന്നുമില്ല കേട്ടോ. എൻ്റെ സിറ്റുവേഷൻ അവൾ മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അമ്മൂസിന് നല്ലോണം ഉണ്ട്. അങ്ങനെ ഫൈനലി ഇത്ര വരെ ഞാൻ എത്തിച്ചു. ഇത് ഇട്ട് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. അങ്ങനെ ഇതെല്ലാം ചെയ്ത് അപ്പൂസിനെയും റെഡിയാക്കി അവരെ സ്കൂളിലേക്ക് രാവിലെ 9 മണിക്ക് വിടണമായിരുന്നു. അപ്പോൾ അവരെ വിട്ടു. ഫുഡ് കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമായിരുന്നതുകൊണ്ട് തന്നെ എൻ്റെ ടോപ്പിൻ്റെ കാര്യം അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. കാരണം സ്റ്റിച്ച് ചെയ്ത് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നത് സ്റ്റിച്ച് ചെയ്ത് ഇവളുടെ ഒന്നിച്ചിട്ടണം, എന്നിട്ട് ഫോട്ടോ എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം. അത് കഴിഞ്ഞ് ഇവരെ കഴിഞ്ഞ പാടെ തന്നെ എനിക്ക് മെറ്റീരിയൽസിൻ്റെ ഓർഡേഴ്സും കാര്യങ്ങൾ, എൻ്റെ പണികൾ കൊറിയർ അയക്കാനുള്ളത്, അങ്ങനെ കുറേ പണികൾ പെൻഡിങ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ടോപ്പിൻ്റെ കാര്യം എല്ലാ വർഷത്തെയും പോലെ തന്നെ പഴയ ടോപ്പ് ഇട്ടിട്ട് ഞാൻ പോയി. അമ്മൂസിൻ്റെ ഫ്രോക്ക് കണ്ടിട്ട് ഒത്തിരി പേര് നല്ല അഭിപ്രായം പറഞ്ഞു. അമ്മൂസിൻ്റെ ടീച്ചേഴ്സും അതുപോലെ തന്നെ ഫ്രണ്ട്സും ഒക്കെ. അപ്പോൾ അത് കേട്ടപ്പം എനിക്കും ഒത്തിരി സന്തോഷമായി. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്